ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാത്തിരുന്ന ഒരാള് കൺമുമ്പിൽ വന്നിട്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറാണ്. സത്യത്തില് എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ഞാനിപ്പോ വരാമേ. അച്ഛൻ വന്നത് അമ്മാവനും ഹരിയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ട് വരാം. രഘുവേട്ടാ, ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങള് അതെല്ലാം ഒന്ന് ഞാൻ എടോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് തന്നെ ചോദിച്ചു തീർക്കണമെന്ന് തനിക്ക് വല്ല നിർബന്ധമുണ്ടോ? സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. പിന്നെന്താ? എനിക്ക് മനസ്സമാധാനായിട്ടൊന്ന് കുളിക്കണം. രഘുവേട്ടാ, ഞാൻ ഒന്നൊന്ന് പറഞ്ഞു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കുക. ചെല്ല്. രഘു എന്താ പറഞ്ഞ മോളെ? അമ്മ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അതെന്താ? അത് അച്ഛൻ യാത്ര പോയ കാര്യങ്ങളൊക്കെയാ സംസാരിച്ചത്. ജീവന്റെ കൂടെ പോയ കാര്യം അമ്മ ചോദിച്ചപ്പോ അച്ഛൻ ഒഴിഞ്ഞു മാറുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. എന്തോ ഒരു കുഴപ്പമുണ്ട് ഹരി. ഇതിലിപ്പോ എന്താ ഇത്ര സംശയിക്കാൻ? ജീവൻ ജയാറായതിന്റെ സകല ഭാവങ്ങളും നമ്മൾ കണ്ടതല്ലേ. അങ്കിളിനെ ജീവൻ ഭീഷണിപ്പെടുത്തിയതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എടാ, പിന്നെന്താ രഘു ജീവന് കൂട്ടു നിൽക്കൂ? എടാ, 2 ദിവസം മുമ്പല്ലേ രഘു സുജാതയെ വിളിച്ച് തിരിച്ചു വന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാതെ പറഞ്ഞത്? ആ വിശ്വാസത്തിലല്ലേ സുജാത ഇങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകുന്നത്? അമ്മാവ, സുജാത ആന്റി പാവ. ഈ സ്വത്ത് വിറ്റ് പ്രശ്നം പരിഹരിക്കാന്നൊക്കെ സുജാത ആന്റി ഈസി ആയിട്ട് പറയും. പക്ഷേ എല്ലാരും അങ്ങനെ ചിന്തിക്കണമെന്നില്ലല്ലോ. പ്രോപ്പർട്ടി അങ്കിളിന്റേതാ. അതിൽ ജീവനും അവകാശമുണ്ട്, ജ്യോതിക്കും അതുപോലെ അവകാശമുണ്ട്. അല്ല, അതെങ്ങനെയാ നമ്മുടെ കടം വീടുന്നതിന് എടുക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മോനെ, അങ്ങനെയൊന്നും പറയരുത്. അമ്മാവ, ഞാൻ വെറുതെ പറയോ സംശയം പറയോ ഒന്നും അല്ലല്ലോ. ആന്റിക്കും നിത്യയ്ക്കും ഒക്കെ എന്നെക്കാളും അമ്മാവനെക്കാളും അങ്കിളിനെ നന്നായിട്ട് അറിയാം. നമ്മളെ ഒഴിവാക്കി പോയതുപോലെ ഇവരെ ഒഴിവാക്കി ജീവന് കൂടെ പോയതായിക്കൂടെ? അല്ല, അങ്കിള് പാടത്ത് വന്നത് തന്നെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയാ. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാലും എവിടെയൊക്കെ ഒരു വിളക്ക് ചേർക്കൽ കാണുന്നുണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് അങ്കിളിന്റെ വായിൽ നിന്ന് തന്നെ വരണം. ഒരു നന്മയുള്ള മനസ്സിന്റെ ഉടമയായിട്ടാ രഘുവിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജീവൻ അയാളെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കിക്കൂടാനൊന്നുമില്ല. കഷ്ടകാല സമയത്ത് എല്ലാം തിരിച്ചാണല്ലോ സംഭവിക്കുക. അമ്മാവൻ എന്തായാലും അതൊന്നും ചോദിച്ചറിയേ, അല്ലാതെ അമ്മയ്ക്ക് സ്വസ്ഥതയുണ്ടാവില്ല. മധുര നൊമ്പരക്കാറ്റ്